കേരളത്തിൽ വർഷങ്ങളായി ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് വാഹന മോഡിഫിക്കേഷൻ. ബൈക്കായാലും കാറായാലും സ്വന്തമാക്കിയ വാഹനം വ്യക്തിപരമായ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാൻ ആഗ്രഹിക്കാത്തവർ കുറവാണ്. എന്നാൽ ഇതുവരെ മോഡിഫിക്കേഷൻ എന്നത് പലപ്പോഴും നിയമപ്രശ്നങ്ങളിലേക്കും പിഴയിലേക്കും വാഹന പരിശോധനയിലേക്കും നയിക്കുന്ന ഒരു വിഷയമായിരുന്നു. ഇതിനിടെയാണ് വാഹനങ്ങളിൽ അനുവദിക്കാവുന്ന മോഡിഫിക്കേഷനുകളെ കുറിച്ച് ഗതാഗത കമ്മീഷണർ സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് ഇനി വാഹനങ്ങളിൽ ചെയ്യാൻ കഴിയുക? എന്തൊക്കെ മോഡിഫിക്കേഷൻ ചെയ്യാനാണ് ഇപ്പോഴും അനുമതി വാങ്ങേണ്ടത്? RTOയിൽ പോകേണ്ടത് എപ്പോഴാണ്? ഇതിനൊക്കെ ഫീസ് എത്ര വരും? ഇതെല്ലാം വിശദമായി നോക്കാം. ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം. വാഹന മോഡിഫിക്കേഷൻ എന്നത് പുതിയ കാര്യമല്ല. ഇന്ത്യയിലെ മോട്ടോർ വാഹന നിയമപ്രകാരം വാഹനത്തിന്റെ അടിസ്ഥാന ഘടന, സുരക്ഷാ സംവിധാനങ്ങൾ, എഞ്ചിൻ ശേഷി, മലിനീകരണ മാനദണ്ഡങ്ങൾ എന്നിവയെ ബാധിക്കാത്ത മാറ്റങ്ങൾ പൊതുവെ അനുവദനീയമാണ്. പ്രശ്നമുണ്ടാകുന്നത് വാഹനത്തിന്റെ യഥാർത്ഥ സവിശേഷതകൾ മാറ്റുമ്പോഴാണ്. അതായത് എഞ്ചിൻ മാറ്റുക, നിറം മാറ്റുക, ഇന്ധന സംവിധാനം മാറ്റുക, വാഹനത്തിന്റെ അളവുകൾ മാറ്റുക, ഷാസി മാറ്റുക, ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് പ്രത്യേക അനുമതി ആവശ്യമാണ്. ഇനി അനുമതിയില്ലാതെ ചെയ്യാവുന്ന മോഡിഫിക്കേഷനുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഗതാഗത കമ്മീഷണർ സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ടിൽ 18 മോഡിഫിക്കേഷനുകളാണ് പ്രത്യേക അനുമതിയില്ലാതെ ചെയ്യാനാവുന്നതായി പറയുന്നത്. അത് ഏതൊക്കെ എന്നതും പറയാം. അധിക സ്പീക്കറുകൾ, ആൻഡ്രോയിഡ് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, ബോഡി സ്റ്റിക്കറുകൾ, ക്രോം ഗാർണിഷ്, ഡാഷ് ക്യാം, ഡോർ വൈസറുകൾ, ഫ്ലോർ മാറ്റുകൾ, GPS ട്രാക്കർ, ഇന്റീരിയർ ആംബിയന്റ് ലൈറ്റിംഗ്, മഡ് ഫ്ലാപ്പുകൾ, പാർക്കിംഗ് സെൻസറുകൾ, റിവേഴ്സ് ക്യാമറ, റൂഫ് കാരിയർ, സീറ്റ് കവറുകൾ, 50% സുതാര്യതയുള്ള സൺ ഫിലിം, സ്റ്റിയറിംഗ് വീൽ കവർ, ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം, ടോ ഹുക്കുകൾ എന്നിവ ചെയ്യാനായി RTOയിൽ നിന്ന് മുൻകൂർ അനുമതി വാങ്ങേണ്ടതില്ല. എന്നാൽ ഒരു പ്രധാന നിബന്ധനയുണ്ട്. വാഹനത്തിന്റെ സുരക്ഷയെയോ മറ്റുള്ളവരുടെ സുരക്ഷയെയോ ബാധിക്കുന്ന രീതിയിൽ ഇവ സ്ഥാപിക്കരുത്. ഇനി ഓരോ മോഡിഫിക്കേഷനും എങ്ങനെയൊക്കെ ചെയ്യാമെന്നും പറയാം. ആദ്യം സ്റ്റിക്കറുകൾക്കുള്ള നിയമം. കേരളത്തിൽ ഏറെ വിവാദമായ വിഷയമാണ് സ്റ്റിക്കറുകൾ. വാഹനത്തിന്റെ മുഴുവൻ ഗ്ലാസും മറയ്ക്കുന്ന സ്റ്റിക്കറുകൾ, അശ്ലീല സന്ദേശങ്ങൾ, രാഷ്ട്രീയ പ്രചാരണങ്ങൾ, നമ്പർ പ്ലേറ്റിനെ മറയ്ക്കുന്ന ഡിസൈനുകൾ എന്നിവ നിയമലംഘനമായി കണക്കാക്കാം. അതേസമയം ഗ്രാഫിക് ഡിസൈനുകൾ, ബ്രാൻഡിംഗ്, വ്യക്തിഗത അലങ്കാര സ്റ്റിക്കറുകൾ എന്നിവ സാധാരണയായി അനുവദനീയമായിരിക്കും. വാഹനത്തിന്റെ നിറം മാറ്റാൻ പറ്റുമോ? പറ്റും. പക്ഷേ നേരിട്ട് പോയി പെയിന്റ് അടിച്ചാൽ മതി എന്നല്ല. നിറം മാറ്റിയാൽ വാഹനത്തിന്റെ RCയിലും അത് രേഖപ്പെടുത്തണം. ഉദാഹരണത്തിന് വെള്ള നിറമുള്ള കാർ കറുപ്പാക്കുകയോ ചുവപ്പ് നിറമുള്ള ബൈക്ക് നീലയാക്കുകയോ ചെയ്താൽ ആ മാറ്റം RTOയെ അറിയിക്കണം. പരിശോധനയ്ക്ക് ശേഷം പുതിയ നിറം RCയിൽ ചേർക്കണം. LPG അല്ലെങ്കിൽ CNG കിറ്റ് ഘടിപ്പിക്കാൻ എന്തൊക്കെ ചെയ്യണം? ഇത് സാധാരണ മോഡിഫിക്കേഷൻ അല്ല. സർക്കാർ അംഗീകൃത കിറ്റുകൾ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. കിറ്റ് സ്ഥാപിച്ച ശേഷം ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്, അംഗീകാര രേഖ, പരിശോധന എന്നിവയ്ക്ക് ശേഷം RCയിൽ മാറ്റം രേഖപ്പെടുത്തണം. ഇലക്ട്രിക് വാഹനമാക്കി മാറ്റാൻ പറ്റുമോ എന്നതാണ് മറ്റൊരു ചോദ്യം. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ അന്വേഷിക്കുന്ന കാര്യങ്ങളിൽ ഒന്നാണിത്. പഴയ പെട്രോൾ വാഹനങ്ങളെ ഇലക്ട്രിക് വാഹനങ്ങളാക്കി മാറ്റുന്നത് ഇന്ത്യയിൽ നിയമപരമായി സാധ്യമാണ്. പക്ഷേ അംഗീകൃത കൺവേർഷൻ കിറ്റ്, അംഗീകൃത വർക്ക്ഷോപ്പ്, പരിശോധന, RC അപ്ഡേറ്റ് എന്നിവ നിർബന്ധമാണ്. അനുമതിയില്ലാതെ നടത്തിയാൽ വാഹനം നിയമപ്രശ്നങ്ങളിൽ പെടാം. ഇനി എഞ്ചിൻ മാറ്റാൻ പറ്റുമോ എന്നതാണ് മറ്റൊരു ചോദ്യം. അതും പറ്റുമെന്ന് തന്നെയാണ് ഉത്തരം. പക്ഷേ ഇത് ഏറ്റവും കർശനമായ വിഭാഗത്തിലാണ്. പുതിയ എഞ്ചിന്റെ നമ്പർ, ശേഷി, ഉറവിടം, വാങ്ങൽ രേഖ എന്നിവയെല്ലാം സമർപ്പിക്കണം. തുടർന്ന് മോട്ടോർ വാഹന വകുപ്പ് പരിശോധന നടത്തി RCയിൽ പുതിയ വിവരങ്ങൾ ചേർക്കും. ഷാസിയും മാറ്റാൻ പറ്റും. വാണിജ്യ വാഹനങ്ങളിൽ ചിലപ്പോൾ ഷാസി മാറ്റേണ്ടി വരാറുണ്ട്. ഇതിനും മുൻകൂർ അനുമതിയും പരിശോധനയും നിർബന്ധമാണ്. ഭിന്നശേഷി സൗഹൃദ വാഹനമാക്കുന്നതിനായി വാഹനത്തിൽ ഹാൻഡ് കൺട്രോൾ, പ്രത്യേക സീറ്റിംഗ് സംവിധാനം, വീൽ ചെയർ ആക്സസ് പോലുള്ള സംവിധാനങ്ങൾ ഘടിപ്പിക്കാൻ അനുമതി ലഭിക്കും. ഇതിനും RCയിൽ രേഖപ്പെടുത്തൽ ആവശ്യമാണ്. ഇത്തരം മോഡിഫിക്കേഷനുകൾ നടത്താനായി ഫീസ് എത്ര വരും? ഇവിടെയാണ് പലർക്കും സംശയം. അനുമതി വേണ്ടാത്ത 18 മോഡിഫിക്കേഷനുകൾക്ക് ഫീസ് നൽകേണ്ടതില്ല.
എന്നാൽ RC തിരുത്തേണ്ട മോഡിഫിക്കേഷനുകൾക്ക് RC തിരുത്തൽ ഫീസ്, പരിശോധനാ ഫീസ്, സ്മാർട്ട് കാർഡ് ചാർജ്, മറ്റ് സർവീസ് ചാർജുകൾ എന്നിവ നിലവിലെ മോട്ടോർ വാഹന വകുപ്പ് നിരക്കുകൾ അനുസരിച്ച് ബാധകമാകും. അന്തിമ ഫീസ് സർക്കാർ ഉത്തരവ് വന്ന ശേഷം മാത്രമേ വ്യക്തമാകൂ. എന്നാൽ യുവാക്കൾ പ്രതീക്ഷിച്ചത് ഇതാണോ എന്നതാണ് ഇപ്പോൾ ഉയരുന്ന ഏറ്റവും വലിയ ചോദ്യം. തിരഞ്ഞെടുപ്പ് കാലത്ത് പിള്ളർ മോഡിഫൈ ചെയ്യട്ടെ എന്ന പരാമർശം വലിയ പ്രതീക്ഷ സൃഷ്ടിച്ചിരുന്നു. യുവാക്കൾ ഉൾപ്പെടെ പലരും കരുതിയത് അലോയ് വീൽ മാറ്റം, ബോഡി കിറ്റ്, പെർഫോമൻസ് മോഡിഫിക്കേഷൻ, സസ്പെൻഷൻ മാറ്റം, എക്സോസ്റ്റ് മോഡിഫിക്കേഷൻ പോലുള്ള കാര്യങ്ങളിൽ കൂടുതൽ ഇളവ് ലഭിക്കുമെന്നാണ്. എന്നാൽ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പല കാര്യങ്ങളും നേരത്തെ തന്നെ അനുവദിച്ചിരിക്കുന്നവയാണെന്നാണ് വിമർശകർ പറയുന്നത്. ഇനിയുള്ള നടപടികൾ എന്തൊക്കെയാണെന്നും നോക്കാം. ഗതാഗത കമ്മീഷണറുടെ റിപ്പോർട്ട് സർക്കാർ പരിശോധിക്കും. ശേഷം അന്തിമ ഉത്തരവ് പുറത്തിറക്കും. അതിനുശേഷമേ കേരളത്തിലെ വാഹന മോഡിഫിക്കേഷന്റെ പുതിയ ചിത്രം വ്യക്തമായി അറിയാൻ കഴിയൂ. അതുവരെ വാഹനപ്രേമികളുടെ ചോദ്യം ഒന്നു മാത്രം: ശരിക്കും പിള്ളേർ മോഡിഫൈ ചെയ്യട്ടെ എന്ന വാഗ്ദാനം യാഥാർത്ഥ്യമാകുമോ? എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.